പരിശുദ്ധ ദീനനുസരിച്ചായിരുന്നു ഈ അടുത്ത കാലം വരെ മുസ്ലിമീങ്ങളുടെ ജീവിതം. ഈ അടുത്ത കാലത്ത് ഇസ്ലാം മതത്തിന്റെ നിയമങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് വൈകുന്നേരം എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ മുന്നിൽ ഒരു കല്യാണ പാർട്ടിയാണ്. യുവതികളായ പെൺകുട്ടികൾ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഒറ്റ നോട്ടം മുന്നിലെ വണ്ടി അങ്ങ് കണ്ടുപോയതാണ്, പിന്നെ നോക്കിയില്ല. യുവതികളായ പെൺകുട്ടികൾ കൈയടിച്ച് പാട്ടുപാടിയിട്ട് റോട്ടിലൂടെ ഇങ്ങനെ പോവുകയാണ്. പോലീസുകാരിങ്ങനെ റോട്ടും വന്ന് നോക്കി നിൽക്കുകയാണ്, മറ്റുള്ളവർ നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചിപ്പുറത്തെത്തിയപ്പോൾ എന്റെ ഡ്രൈവർ പറഞ്ഞു, അതാ വേറൊരു കല്യാണ പാർട്ടി. സുബ്ഹാനല്ലാഹ്, അവിടും പെണ്ണുങ്ങളാണ്, പക്ഷേ അവര് മിണ്ടുന്നില്ല, അച്ചടക്കത്തോടെ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ആദ്യം കണ്ടത് മുസ്ലിമീങ്ങളെ കല്യാണ പാർട്ടിയാണ്, രണ്ടാമത് കണ്ടത് ഹിന്ദുക്കളുടെ കല്യാണമാണ് കേട്ടോ. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ സമുദായം എപ്പോഴാണ് ഇത്ര അധപ്പതിച്ചത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഹിന്ദുക്കളെ കല്യാണം നടക്കുമ്പോ ഇങ്ങനത്തെ ഒരു ശല്യവും കേൾക്കുന്നില്ല, കാണുന്നില്ല, മറ്റേ മതക്കാർക്ക് കാണുന്നില്ല. എത്ര പുതിയാപ്പിളിന്റെ കൂടെ, അതേ പുതിയാപ്പിളിന്റെ കൂടെ ചെറുപ്പക്കാര് പോകുന്നു, അതാ മുസ്ലിം കുട്ടികള്. സുബ്ഹാനല്ലാഹ്, ബസ്സിന്റെ സീറ്റ് മുഴുവനും മുറിച്ചു വെച്ചു, അതുപോലെ തന്നെ ബസ്സിന്റെ കണ്ണാടി പൊട്ടിച്ചു വെച്ചു. എന്നിട്ടോ അതും പോരാ, അവിടെ പോയിട്ട് ഭാര്യ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും തകർത്ത് വെച്ചു. ഇങ്ങനെ എത്രയോ തോന്നിവാസം ചെയ്യുന്ന, ആഖിറത്തിനെ കുറിച്ച് ചിന്തയില്ലാത്ത, എന്റെ ഓരോ സെക്കൻഡും അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ചിന്തയില്ലാത്ത എത്രയോ ചെറുപ്പക്കാരില്ലേ. അതേ സമയത്ത് നമ്മൾ മുസ്ലിമീങ്ങൾ മാത്രമല്ലല്ലോ, മറ്റ് മതക്കാരും ഇവിടെ വിവാഹവും കല്യാണവും നടത്തുന്നില്ലേ? അവരെ പറ്റി ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് പലപ്പോഴും കേൾക്കുന്നില്ലല്ലോ. നാണക്കേടോടുകൂടെ, ലജ്ജയോടുകൂടെ എന്റെ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ ഈ തെറ്റായ പ്രവണതകളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞാനും റബ്ബിന്റെ അടുക്കൽ കുറ്റക്കാരനല്ലേ എന്ന നിലക്ക് തുറന്ന് പറയുകയാണ്. ഓ ചെറുപ്പക്കാരെ, അച്ചടക്കത്തോടെ ജീവിക്കണം. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീന എന്ന അല്ലാഹുവിന്റെ റസൂലിനൊരു ദുആ ഇല്ലേ? ആ ദുആയുടെ അർത്ഥം തന്നെ അച്ചടക്കത്തോടെ ജീവിക്കുന്നവനാക്കണേ അല്ലാ, അച്ചടക്കത്തോടെ മരിപ്പിക്കണേ അല്ലാ. അച്ചടക്കരാഹിത്യം എന്ന് പറയുന്നത് അത് പുതിയാപ്പിളിന്റെ കൂടെ പോകുമ്പോഴാണെങ്കിലും ശരി, പുതിയ പെണ്ണിന്റെ കൂടെ പോകുമ്പോഴാണെങ്കിലും ശരി, പരിശുദ്ധ ഇസ്ലാം അത് തെറ്റായി കൽപ്പിച്ചതാണ് കേട്ടോ. പണം കുറച്ച് കയ്യിലുണ്ടെങ്കിൽ, ആരോഗ്യം ശരീരത്തിലുണ്ടെങ്കിൽ ഏത് തോന്നിവാസവും ചെയ്യാമെന്ന പ്രവണത നിശ്ചയമായും മാറ്റിയെടുക്കേണ്ടതാണ്.